പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദിസ് ഈസ് മീ എവ്ലിൻ ഫ്രം ജർമ്മനി. കൂട്ടുകാരെ, ഞാനിന്നൊരു ട്രഡീഷണൽ ലുക്കിൽ ഒരുങ്ങിയിരിക്കുകയാണ്. എന്തോ ഒരു വളരെ ഇമോഷണലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഈ ഒരു സമയത്ത്. കാരണം എനിക്ക് നാട്ടിൽ എനിക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളൊന്നും ഇടാനായിട്ടില്ല ഇവിടെ. ഞാൻ നാട്ടിൽ നിന്ന് ജർമ്മനിക്ക് വന്നിട്ട് ഇപ്പോൾ 10 വർഷമായി. വെസ്റ്റേൺ വെയർ അല്ലെങ്കിൽ ഇവിടെയുള്ള വസ്ത്രങ്ങളാണ് പൊതുവേ ധരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും എനിക്കിത് ചേരുന്നില്ല എന്ന് തോന്നുന്നു. മുടിയുള്ളതാണെങ്കിൽ വെട്ടിക്കളയുകയും ചെയ്തു. മുടിക്ക് നല്ല നീളം ഉണ്ടായിരുന്നത് വെട്ടിക്കളഞ്ഞു. അപ്പം എനിക്കിതൊന്നും ചേരുന്നില്ല എന്ന് തോന്നുന്നു. ഒരു 10 കൊല്ലം മുന്നേ ഈ ഓണം ആഘോഷിക്കുന്ന ഓർമ്മകൾ ഒക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുക. പക്ഷേ എനിക്ക് ഈ ഓണക്കാലം അടുക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്തൊക്കെയോ മിസ്സിങ് വരുന്നത്. എൻ്റെ ഒരു പൈതൃകം മാറിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നും കേട്ടോ. കാരണം ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് അത് ചെറുപ്പത്തിൽ തൊട്ടേ ഉള്ള ഒരു ആഘോഷമല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ തൊട്ടേ ഇങ്ങനെ ആഘോഷിച്ച് എല്ലാ മതസ്ഥരും ഒരുമിച്ച്, അതും ഭയങ്കരമായിട്ടുള്ള മത്സരങ്ങളും വടംവലിയും കസേരകളിയും, എന്ത് രസമാണ് ഈ ഓണാഘോഷം എന്ന് പറയുമ്പം. അപ്പോൾ എന്തായാലും ഇത്തവണ ഞാൻ ടൗണിൽ വെച്ച് കുറച്ച് മലയാളികളെ കണ്ടു. അവർ ഓണം ആഘോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അവരുടെ കൂടെ കൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഓണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വല്ലാതെ മിസ് ചെയ്യും. ഞാൻ ഓണം കൂടിയിട്ട് 10 കൊല്ലമായി. അപ്പം എനിക്ക് ഈ ഓണം അടുക്കുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ്. എല്ലാവരും ഈ ഓണത്തിൻ്റെ ഓണക്കോടിയൊക്കെ ഇട്ട് നടക്കുന്ന കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഒന്നാമത് ഇവിടുത്തെ കാലാവസ്ഥയൊന്നും നമുക്ക് അതുപോലത്തെ ഡ്രസ്സസ് ഇടാനായിട്ടുള്ള അവസരങ്ങളില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഡ്രസ്സസ് ഇടാനും പറ്റത്തില്ല. ഇത്തവണ ഓണം ആഘോഷിക്കാനായിട്ട് പോകാനാണെങ്കിൽ ഒരു പട്ടുപാവാടയോ സെറ്റ് സാരിയോ ഒന്നും കയ്യിലില്ല. പക്ഷേ എന്നാലും എനിക്ക് ഓണം കൂടണം. ഓണം കൂടിയേ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊരു ടീച്ചർ പറഞ്ഞത് മറ്റു മതസ്ഥരുടെ ആഘോഷമാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷേ ഞാൻ ഹിന്ദു മതപ്രചാരമുള്ള ഒരു ആഘോഷമാണ് ഓണം എന്നൊന്നും ഞാൻ കരുതുന്നു പോലുമില്ല. കാരണം നമ്മുടെ ഒരു ദേശീയ ഉത്സവമാണത്. അങ്ങനെ ഞാൻ നാട്ടിൽ താമസിക്കുന്ന സമയത്ത് അത്തപ്പൂക്കളത്തിനൊക്കെ മാർക്കിടാനായിട്ടൊക്കെ അടുത്തുള്ള ആളുകളൊക്കെ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതൊക്കെ എന്തൊരു നല്ല ഓർമ്മകളാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും മതത്തിൻ്റെ ആഘോഷത്തിൽ എന്തെങ്കിലും പങ്കെടുത്തു എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ കോപിക്കുന്ന അത്രത്തോളം മനസ്സിന് വിശാലത ഇല്ലാത്ത ഏത് ദൈവമാണുള്ളത്? അപ്പം അതൊക്കെ എത്രമാത്രം മണ്ടത്തരങ്ങളാണല്ലേ. ഞാനൊക്കെ ഈ ഓണം ആഘോഷിക്കാനായിട്ട് ഇവിടെ ഇരുന്ന് ഒരു ഓണക്കാലത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത്.